ഇത് തന്നെ പുറത്തിറങ്ങി ഇനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് പറയാം വിദേശത്ത് പോവാം. വിദേശത്ത് പോലും വിദേശ ന്യൂസുകളിലൊക്കെ വന്നു. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഈ വക കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയിലെന്നോ ഇനി വിദേശ രാജ്യങ്ങളിലോ പോയി സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതരുത്. കാരണം ആൾക്കാർ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഷിംജിതയ്ക്ക് വരാൻ പോകുന്നത് അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ജയിലിൽ തന്നെ ഷിംജിതെ എന്താ പറയാ കയ്യേറ്റം ചെയ്യുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മർദ്ദനമേൽക്കുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഫുഡ് കഴിക്കുന്നില്ലേ, 3 നേരം ഫുഡ് കഴിക്കുന്നത് പോലെ ഇടിയും കിട്ടും. നല്ല സൂപ്പർ. ഉദ്യോഗസ്ഥരല്ല, സഹ തടവുകാരാണ് തരുന്നത്. മനസ്സിലായില്ലേ? ഉദ്യോഗസ്ഥർ ചെയ്യില്ല, സഹ തടവുകാർ ചെയ്യും. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഇടിയും കിട്ടും. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കല്ലേറ് കിട്ടുമോ, ഇനിയിപ്പോൾ എന്തൊക്കെയാവും, ഒരിടത്തും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ഓരോ പെണ്ണും മനസ്സിലാക്കുക. മൊബൈൽ കയ്യിലിരിക്കുന്നു, ഒരു ക്യാമറ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ആരുടെയും പ്രൈവസിയിൽ കയറി ഇടപെടാം, ഏതൊരു പുരുഷനെയും വീഡിയോ എടുത്ത് അവൻ്റെ ജീവിതം തകർക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇനി പണി പാളും. പ്രത്യേകിച്ച് നമ്മൾ സംഘടന ഇടപെടും, ശക്തമായിരിക്കും ഇടപെടൽ. കാര്യം ഒരുപാട് കേസിൽ നമ്മൾ ഇടപെട്ടിട്ട് മുൻപ് കുറച്ച് എന്താ പറയുക ഏകദേശം നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ കാശ് വാങ്ങിച്ച് ഒതുക്കി തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ദീപകിൻ്റെ കേസിൽ ഇല്ലാതെ വന്നതുകൊണ്ട് ശക്തമായിട്ട് ഇടപെടാൻ പറ്റി, ശക്തമായിട്ട് എൻ്റെ റിസൾട്ട് ഉണ്ടായി. ഇനി മാക്സിമം പെട്ടെന്ന് ഇറങ്ങി വരാതിരിക്കാനുള്ള വഴിയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.